സുരേഷ് ഗോപി ആള് തൃശ്ശൂർ എടുക്കാനുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ തൃശ്ശൂർ നാട്ടുകാർ കൊടുക്കുകയോ ഇല്ല എന്നുള്ളതൊക്കെ കണ്ടറിയാം. എന്തായാലും ആൾ ഡാൻസ് കളിക്കുന്നുണ്ടാ, ഡയലോഗ് പറയുന്നുണ്ടാ. പിന്നെ മൂപ്പർ തന്നെയാണ് ഡയറക്ഷൻ, ഫുൾ ഡയറക്റ്റ് ചെയ്യുന്നത് മൂപ്പരാണ്. എല്ലാ മീഡിയാസിനെയും വിളിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കും, നിങ്ങൾ ഈ ആംഗിളിൽ എടുക്കണം, അങ്ങനെയൊക്കെ ഫുൾ ഡയറക്ഷൻ അങ്ങേരാണ്. പിന്നെ അഭിനയിക്കാൻ പിന്നെ അങ്ങേരുണ്ട്, പിന്നെ ഒപ്പമുള്ള നാട്ടുകാരെ കൊണ്ട് അത്യാവശ്യം അഭിനയിപ്പിക്കുന്നുണ്ട് ആശാൻ. എന്താണെങ്കിലും ഡാൻസ് ആയിട്ടും ഇന്നിപ്പോൾ ഒരു സാധനം കണ്ടു, മറ്റേ മൂപ്പര് ഏതൊരു അമ്പലത്തിൽ പോകുന്ന സമയത്ത് അവിടുന്ന് കുറേ കമ്മ്യൂണിസ്റ്റുകാർ ചാടി കളിച്ചപ്പോൾ മൂപ്പര് ട്രോളാനും അങ്ങേര്, ട്രോള് വാങ്ങാനും അങ്ങേര്. ഈ തൃശ്ശൂരുകാർക്ക് ഇനി ഇതിലും വലിയൊരു ഓളിനെ കിട്ടുമോ ഡൗട്ടാണ്. ഓക്കെ, അമ്പലത്തിൽ പോകുന്നു, ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്നു, മുസ്ലിം പള്ളിയിൽ പോകുന്നു, പറന്ന് നടക്കുകയാണ്. ഇന്ന് അങ്ങേരൊരു കാര്യം പറഞ്ഞു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാറ്റത്തിൽ ഞാൻ BJP. ചെറിയ എന്തെങ്കിലും ഒരു നോ, വെരി സോറി. സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി ആരായാലും ഭയമുണ്ടോ? എനിക്ക് മുന്നിലുള്ളത് പ്രജകളാണ്, നാട്ടുകാരാണ്, വോട്ടേഴ്സാണ്. അത് മാത്രമേ ഞാൻ കാണൂ. ഏത് സ്ഥാനാർത്ഥി മാറിയാലും ഭയമില്ല. നിങ്ങളുടെ ചോദ്യം എന്താ ഇങ്ങനെ വികൃതമായി പോകുന്നത്? ആരെ ഭയക്കുന്ന? വല്ല പിശാചുമാണോ വരുന്നത്? എന്താ നിങ്ങൾ ഈ ചോദിക്കുന്നത്? എന്തിനും ഭയക്കണം? ഒരു പോരാളി വരുന്നു, ഒരു മത്സരാർത്ഥി വരുന്നു, അത്രയേ ഉള്ളൂ. ഇതിനെന്ത് ഇടയിൽ പ്രജകളാ? നിങ്ങളാര് തമ്പുരാനാ, രാജാവാ? ഞങ്ങൾ പ്രജകളും ആവാൻ വേണ്ടിയിട്ട്? ഇവിടെ ഒരു രാജാവിനെ കൊണ്ട് തന്നെ മനുഷ്യന് നിൽക്കപ്പുറത്തില്ല, കറുപ്പ് പറ്റില്ല, നല്ലത് പറഞ്ഞാൽ പറ്റില്ല. ആ സൈസ് ഹൈറ്റാണെന്നുണ്ടെങ്കിൽ ഇനി നാട്ടുകാർ ഒരിക്കലും എടുക്കൂല, തള്ളി വിടും നാട്ടുകാർ. ഒന്നിനെ സഹിക്കാൻ പറ്റാതെ നാട്ടുകാർ സൈഡായിട്ട് ഇനി അതിനിടയിൽ പ്രജകൾ കൊള്ളാം. അപ്പോൾ ഇതൊരു സൈഡിൽ ഇങ്ങനെ പത്രമാധ്യമങ്ങളോട് ആശാൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഡയറക്ഷൻ സ്കില്ല് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കുട്ടികൾ, അത്ലറ്റ്സ് ആണെന്ന് തോന്നുന്നു, കുട്ടികളുടെ അടുത്ത് സുരേഷ് ഗോപി പോയതാണ്. അപ്പോൾ അവിടുത്തെ സാർ അവിടെ നിന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയോ അവർക്ക് പ്രശ്നങ്ങളുണ്ട്, ആരോ കൊടുത്ത ഫണ്ടൊന്നും കൃത്യമായി എത്തിയില്ല, ഇതൊക്കെ അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ മൂപ്പര് പോയത് ഫോട്ടോ വീഡിയോ എടുക്കാനാണ്. സുരേഷ് ഗോപി കുട്ടികളെ വെച്ചിട്ട് ഫോട്ടോ വീഡിയോ എടുക്കാൻ പോയപ്പോൾ മൂപ്പരൊന്ന് ഡയറക്റ്റ് ചെയ്തു കൊടുക്കുന്നത്. ഡയറക്ഷൻ ഒന്ന് കാണണേ. ക്യാം ഓൺ ചെയ്ത് വെയിറ്റ് ചെയ്യണം. ആരാ ഇത് എടുക്കുന്നത്? അല്ലാതെ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് ചുരണ്ടിക്കൊണ്ടിരിക്കണം. അടാ ക്യാമോണാക്കി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം, ചരണ്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഡയറക്ഷൻ സ്കില്ല്. ഇതാണ് സിനിമാ നടൻ പൊളിറ്റീഷ്യൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കുറച്ച് മെച്ചങ്ങളാണിത്. ചുമ്മാ ക്യാമറ പിടിച്ച് ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ മതി, ഡയറക്ഷനും അഭിനയവും ഒക്കെ അങ്ങേര് തന്നെ നോക്കിക്കോളും. എനിക്ക് തോന്നുന്നു ഇനി പോകെ പോകെ ചിലപ്പോൾ ആക്ഷനൊക്കെ വരുമായിരിക്കും. ചിലപ്പോൾ ഇത് തോന്നുന്നുണ്ടത് ഫൈറ്റ് സീനൊക്കെ വരുമല്ലോ എന്നുള്ളത് കണ്ടറിയണം. പാലക്കാട് അവിടെ കാശ് കൊടുത്തത് എന്തുകൊണ്ട് ഇവിടെ നടപ്പിലാക്കുന്നില്ല? അത് നിങ്ങൾ നിങ്ങളുടെ ഇവിടുത്തെ നേതാക്കന്മാരോട് ചോദിക്കുക. ശരി, ആ മാഷ് അവിടെ കാര്യമായിട്ട് എന്തോ പ്രശ്നം പറയുമ്പോൾ അത് നിങ്ങൾ അവരോട് ചോദിക്കുക. താങ്ക് യു, ഞാനൊന്ന് ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ ഡയറക്ഷൻ തുടങ്ങി ഡയറക്ഷൻ തുടങ്ങി. എല്ലാവരും സംസാരിച്ചു. ശരി, കുട്ടികൾ നിൽക്കണം, ഞാൻ ഇരിക്കും. എപ്പടി കൊള്ളാലോ, നല്ല ഇത്രയും നല്ലൊരു ഡയറക്ടർ ഉണ്ടായിട്ട് നിങ്ങളാരും മലയാളം ഫിലിം ഇൻഡസ്ട്രി ശ്രദ്ധിക്കാതെ പോയല്ലോടെ. കുട്ടികളിരുന്നപ്പോൾ അവർ നീപ്പിച്ച് വരെ നിർത്തി. ഫ്രെയിം റിച്ച് ആക്കണ്ടേ? കുട്ടികൾ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രെയിമിൽ അങ്ങോട്ട് തള്ളി നിൽക്കില്ലല്ലോ. ഫ്രെയിം ഇങ്ങനെ ഫുൾ കുട്ടികളും ഇങ്ങനെ ഇരുന്നിട്ട് പോകുമ്പോൾ, നേരത്തെ പറഞ്ഞില്ലേ പ്രജ ഇങ്ങനെ രാജാവ് ആരിയ്ക്കാൻ പറഞ്ഞു, നീച്ചൊക്കെ എന്നിട്ട് കുട്ടികളെ നീപ്പിച്ച്. ആ കുട്ടികളെ കൊണ്ട് വിക്ടറി വരെ അടുപ്പിച്ച് അങ്ങേര്.
ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു നല്ല കാര്യം ചെയ്യുന്നത് കണ്ടു, അത് കുഴപ്പമില്ല, എന്താണെങ്കിലും അത് നന്നായി. എത്ര സെറ്റിയുണ്ട്? വീട്ടിൽ കൊണ്ടുപോയി പക്ഷികൾക്ക് അണ്ണാനെ പോലുള്ള ചെറു ജീവികൾക്ക് വെള്ളം ഒഴിച്ച് മതിലിൽ തണലുള്ള ഇത് നാലിട്ട് ചട്ടിയാൻ അത്ര ചൂടാവില്ല. എന്നാൽ ഈ പക്ഷികൾക്കെല്ലാം അവരുടെ ചുമതലമാണ്, ചിലത് ബേണായി ചെറിയ ചൂടുവെള്ളം പോലും ഒക്കെ. അതുകൊണ്ടാണ് കായൽ പരപ്പിൽ അവർ പോയി വെള്ളം കുടിക്കാത്തത്. കായൽ വെള്ളം എല്ലാം തീറ്റുന്നതാണ്. കായലിലൊക്കെ ഒരുപാട് ഉപ്പ് വെള്ളം കയറി. ഇത് നമ്മൾ അവരെ നിലനിർത്തിയില്ലെങ്കിൽ കൃമികീടങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ കൂടും. നമുക്ക് ഒരുപാട് രോഗങ്ങൾ മഴ പെയ്യുമ്പോൾ കൊണ്ടുതരും കേട്ടോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. ആ ചെയ്തത് എന്തായാലും നന്നായി. മൺചട്ടി കൊണ്ടുപോയി കൊടുത്ത് കുട്ടികളോട് പക്ഷികൾക്ക് വണ്ണാനും ചെറിയ ജീവികൾക്കൊക്കെ വെള്ളം വെച്ച് കൊടുക്കാൻ പറയുന്നത് നല്ല കാര്യം തന്നെയല്ലേ. പക്ഷെ ഇങ്ങനെ സമ്മതിച്ചിട്ടോ, ഇങ്ങനെ നടന്ന് സ്വന്തം എഫേർട്ട് നന്നായിട്ട് ഇടുന്നുണ്ട്, സ്വയം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഏത് വഴിക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഇന്ന് രാവിലെ കൊച്ചിയിൽ നിന്ന് മലപ്പുറത്തേക്ക് വരുമ്പോൾ തൃശ്ശൂർ ഭാരത് ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഒടുക്കാത്ത തിരക്കും. പിന്നെ ഞാൻ നോക്കുമ്പോൾ കുറേ BJP-ക്കാർ ഓടിക്കുത്തി അതിൻ്റെ ഉള്ളിലേക്ക് രാവിലെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ച്, ചേട്ടാ ഇത്രയും BJP-ക്കാരെ വണ്ടി BJP-ക്കാർ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. കാരണം ഇങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് വോട്ട് ചോദിക്കൽ മഹാമഹം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പറഞ്ഞ പോലെ ഞാൻ ഭാരത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വേറെ ഹോട്ടലിൽ പോയി. അവിടെ ചെന്നിട്ട് ഞാൻ അങ്ങനെ ന്യൂസ് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോണ്ട് ഏതോ ഒരു ചാനലിൽ ലൈവായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ശിവരാത്രി അനുബന്ധിച്ച്, ശിവരാത്രി ആയതുകൊണ്ട് റോട്ടിലൂടെ നടന്ന് ഭാരത് ഹോട്ടലിന് മുന്നിൽ പോയിരുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട്. ഭാഗ്യം ഓടി രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ കാര്യമില്ല, ഞാൻ മലപ്പുറത്തല്ലേ, തൃശ്ശൂർ നമുക്ക് വോട്ടില്ലല്ലോ. എന്താണെങ്കിലും ഞാൻ പറഞ്ഞ എഫേർട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ആളിറങ്ങി ഓടുകയാണ്, അതിലേക്ക് ആൾ പഠിച്ച പണി എല്ലാ ഐറ്റവും അങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. ഓക്കെ, നടനായതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ കുറേ ബെനിഫിറ്റുകളുണ്ട്. അതായത് ഡയറക്ഷൻ അങ്ങേരാണ്, ഫ്രെയിം വയ്ക്കുന്നത് അങ്ങേരാണ്, എല്ലാവരോടും ആക്ട് ചെയ്യാൻ പറയുന്നു അങ്ങേരാണ്, മിക്സ് കാണിക്കാൻ പറയുന്നു, നീച്ച് നിൽക്കാൻ പറയുന്നു. കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോയിനകത്തൊരു ഉസ്താദിനെ കൊണ്ടുവന്ന് നിർത്തുന്നത് കണ്ട്, ലെഫ്റ്റ് നിൽക്കരുത് റൈറ്റ് നിൽക്കണം പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നു. ഇപ്പം നടനീക്കുന്നു, പല കാര്യങ്ങളാണ്. കുറേ ഗിമിക്കുകൾ ഞാൻ കാണുന്നുണ്ട്. ഇതേപോലെ മറ്റേ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ സ്ഥാനാർത്ഥിയായി തോന്നുന്നുണ്ട്. ഈ ഒരു അമ്പലത്തിലൊക്കെ പോണത് ഉണ്ട്. പിന്നെ നമ്മളെ AK ആൻ്റണീൻ്റെ മകൻ പിന്നെ PC കൂടിയും അമ്പലത്തിലൊക്കെ പോയി പൊട്ടൊക്കെ തൊട്ട് പോണതുണ്ട്. ഒരു പ്രത്യേക തരം സ്നേഹമാണ് ഈ പള്ളിയോടും അമ്പലത്തിനോടും ദൈവങ്ങളോടൊക്കെ. ഈ വോട്ടിങ്ങിൻ്റെ സമയത്ത് സ്ഥാനാർത്ഥികൾക്ക് ഭയങ്കരമാണ്, പറയാതിരിക്കാൻ പറ്റില്ല.